ഓം ആഞ്ജനേയ നമ. നമസ്കാരം. ഞാൻ MS വിനീത്. ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോസ് എല്ലാവരിലും എത്തിച്ചേരുന്നതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മാളവീയ യോഗത്തെക്കുറിച്ചാണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗമാണ് മാളവീയ യോഗം. പഞ്ചമഹായോഗ സിദ്ധാന്തത്തിൽ പെട്ട ഒരു യോഗമാണ് മാളവീയ യോഗം. പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ പെടുന്ന ഒന്നാണ് മാളവീയ യോഗം. ഇതിൽ 5 യോഗങ്ങളാണ് ഉള്ളത്. 5 ഗ്രഹങ്ങൾ കൊണ്ട് കിട്ടാവുന്ന യോഗങ്ങളാണ് പഞ്ചമഹായോഗങ്ങൾ. ഇതിൽ വരുന്ന ഗ്രഹങ്ങൾ ശുക്രൻ, ചൊവ്വ അഥവാ കുജൻ, ബുധൻ, വ്യാഴം അഥവാ ഗുരു, ശനി എന്നിങ്ങനെയുള്ള 5 ഗ്രഹങ്ങളാണ് ഇതിൽ വരുന്നത്. കുജൻ നിമിത്തം നമുക്ക് കിട്ടുന്ന യോഗമാണ് രുചക യോഗം. അതുപോലെ തന്നെ ബുധൻ വഴി കിട്ടുന്ന യോഗമാണ് ഭദ്രയോഗം. വ്യാഴം ആകുമ്പോൾ ഹംസയോഗമെന്നും, ശുക്രൻ്റെ സ്വാധീനം കൊണ്ട് കിട്ടുന്ന യോഗമാണ് മാളവീയ യോഗം അഥവാ മാളവ്യ യോഗം, മാളവം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ശനിയാകുമ്പം ശശമഹായോഗമെന്നും പറയും. അങ്ങനെയുള്ള 5 പുരുഷയോഗങ്ങളാണ് ഉള്ളത്. ഇതിൽ പുരുഷന്മാർക്കാണ് സ്ത്രീകളെക്കാട്ടിൽ കൂടുതൽ ഈ യോഗങ്ങൾ ആർജിക്കാനുള്ള ഒരു കഴിവ് കൂടുതൽ പുരുഷന്മാർക്കാണുള്ളത്. എങ്കിലും സ്ത്രീകൾക്കും ഈ യോഗം ലഭിക്കുന്നതാണ്. ഇതിൽ ഇന്ന് ഞാൻ പറയുന്നത് മാളവ്യ യോഗത്തെക്കുറിച്ചാണ്. ഒരാളുടെ ജാതകത്തിൽ, ഒരാളുടെ തലക്കുറിയിൽ ലഗ്നാൽ ശുക്രൻ ലഗ്നാൽ കേന്ദ്രസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും നിൽക്കുകയോ, കേന്ദ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര രാശികൾ 1, 4, 7, 10 എന്നുള്ള 4 രാശികളെയാണ് കേന്ദ്ര രാശികൾ എന്ന് പറയുന്നത്. കേന്ദ്ര രാശികൾ പോലെ തന്നെ പണപ്പര രാശി, ത്രികോണ രാശി, ചതുരശ്ര രാശി ഇങ്ങനെയുള്ള പല രാശികളുമുണ്ട്. അതടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. ഇപ്പോൾ കേന്ദ്ര രാശി ലഗ്നാൽ 1, 4, 7, 10 ഈ 4 സ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും ശുക്രൻ നിൽക്കുകയോ, അതാണ് പോയിൻ്റ് നമ്പർ 1. നിൽക്കുകയോ, നിന്നാൽ മാത്രം പോരാ. നിൽക്കുന്ന ശുക്രൻ ഒന്നെങ്കിൽ മൂലക്ഷേത്രത്തിലായിരിക്കണം, അതല്ലെങ്കിൽ സ്വക്ഷേത്രത്തിലായിരിക്കണം, അതുമല്ലെങ്കിൽ ഉച്ചസ്ഥായിൽ ഉച്ചരാശിയിലായിരിക്കണം. ഈ 3 കണ്ടീഷനുകളിൽ എവിടെയെങ്കിലും ഒരിടത്ത് ശുക്രൻ നിൽക്കുകയും വേണം. അങ്ങനെ ഉണ്ടെങ്കിലാണ് ഈ ഒരു യോഗം അനുഭവിക്കാൻ നമുക്ക് പറ്റുക, പൂർണ്ണമായും ഈ യോഗം കിട്ടുക. അപ്പോൾ മൂലക്ഷേത്രം, ശുക്രൻ്റെ മൂലക്ഷേത്രം എന്ന് പറയുന്നത് തുലാമാണ്. അതുപോലെ തന്നെ ശുക്രൻ്റെ സ്വക്ഷേത്രം ഇടവം, തുലാം, ഇവ രണ്ടുമാണ്. അതുപോലെ തന്നെ മീനരാശിയിലാണ് ശുക്രൻ ഉച്ചസ്ഥായിൽ ഉച്ചരാശിയിൽ നിൽക്കുന്നത്. അപ്പോൾ മീനം, ഇടവം, തുലാം ഈ 3 രാശികളിൽ എവിടെയെങ്കിലുമായി ശുക്രൻ നിൽക്കുകയും ഇത് ലഗ്നാൽ കേന്ദ്ര സ്ഥാനങ്ങളിൽ നിൽക്കുകയും ചെയ്താൽ അതിനെ മാളവ്യ യോഗം, മാളവീയ യോഗം അഥവാ മാളവ്യ യോഗം എന്നും പറയുന്നു. ഇങ്ങനെ നിന്നാൽ മാത്രം പോരാ. നിൽക്കുന്ന ശുക്രൻ ഒന്നെങ്കിൽ ശുഭഗ്രഹ വീക്ഷണത്തോടു കൂടിയോ അല്ലെങ്കിൽ ശുക്രൻ ഒറ്റയ്ക്ക് നിൽക്കുകയോ ചെയ്യണം.
ദോഷഗ്രഹ വീക്ഷണത്തോടു കൂടിയോ അല്ലെങ്കിൽ ദോഷഗ്രഹങ്ങൾ എന്തെങ്കിലും ശുക്രൻ്റെ കൂടെ നിൽക്കുകയോ ചെയ്താൽ ഈ യോഗം നമുക്ക് ലഭിക്കുന്നതല്ല. അതുപോലെ തന്നെ ആദിത്യൻ ശുക്രൻ്റെ കൂടെ നിന്നാലും ഇതിന് മൗഢ്യഭാവത്തിലേക്ക് നയിക്കും. നമുക്ക് പൂർണ്ണമായി ഇതിൻ്റെ യോഗം കിട്ടുന്നതല്ല. അപ്പം ശുഭസ്ഥാനത്തിൽ നിൽക്കുന്ന ശുക്രനാണ് ഈ യോഗത്തിന് അനുകൂലമായി വരുന്നത്. മാളവ്യ യോഗം ഒരാളുടെ ജാതകത്തിലുണ്ടെങ്കിൽ അവർക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് ഉണ്ടാകുന്നത്? ഇത് നല്ല സമ്പത്ത്, ഒരിക്കലും നശിക്കാത്ത സമ്പത്ത്, അതുപോലെ തന്നെ നല്ല ഐശ്വര്യം, കീർത്തി, കല, അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള കഴിവുകൾ, ഗവൺമെൻറ് സർവീസിലുള്ള ജോലി എന്ന് ഉദ്ദേശിച്ചത് ഹൈ ലെവൽ ജോലി. ഇപ്പം സിവിൽ സർവീസൊക്കെ എഴുതുവാണെങ്കിൽ IAS IPS തലത്തിലുള്ള ജോലികൾക്കൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് വാഹനത്തോടു കൂടി ഉള്ള ജോലികൾക്കെല്ലാം സാധ്യത. ഇങ്ങനെയുള്ള വലിയ ജോലികളും അതുപോലെ തന്നെ മാളവ്യ യോഗമുള്ളവർ നല്ല ശരീര വടിവോടുകൂടിയ ആളായിരിക്കും. അതുപോലെ നല്ല യശസ്, കീർത്തി, അതിലുപരി ഈ യോഗമുള്ള ആൾ നല്ല സന്താനഭാഗ്യം, നല്ല ദാമ്പത്യ ജീവിതം, അങ്ങനെ കളത്ര ഭാഗ്യം, കളത്ര സുഖത്തോടുകൂടി 87 വയസ്സ് വരെ ജീവിക്കാൻ, 87 വയസ്സ് വരെ ആയുസ് കിട്ടുന്ന ഒരു യോഗം കൂടിയാണ് മാളവ്യ യോഗം. പഞ്ചമഹായോഗ സിദ്ധാന്തത്തിൽ ഏറ്റവും പ്രശസ്തമായത് മാളവ്യ യോഗത്തിനാണ്. ഇതാണ് മാളവ്യ യോഗത്തിൻ്റെ പ്രാധാന്യം. ബാക്കി ഉള്ള യോഗങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. എല്ലാവർക്കും മാളവ്യ യോഗത്തിൻ്റെ പ്രാധാന്യം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി പിന്നെ വരാം. നന്ദി, നമസ്കാരം.